പ്രമോദ്, ഈ വീഴ്ച പല ഭാഗങ്ങളിൽ സംഭവിച്ചു എന്നുള്ള കാര്യം പറയാതെ പറഞ്ഞ് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് സ്കൂൾ മാനേജ്മെന്റ് ആയിക്കോട്ടെ. ഒപ്പം തന്നെ KSEBിയിലെ ചില ജീവനക്കാരോടൊക്കെ, അതായത് വ്യക്തിപരമായി സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്. അതായത് ഈ 3 ഫേസ് ലൈൻ നേരത്തെ ഉണ്ടായിരുന്നു, അതിനുശേഷമാണ് ഇത്തരത്തിലൊരു ഷീറ്റ് കെട്ടിയത്. ഒരുപക്ഷെ പരാതികളൊക്കെ തന്നെ അത് കൃത്യമായി അത് റിട്ടേണായി അവതരിപ്പിച്ചിരുന്നെങ്കിൽ ഇതിനു മുൻപേ അത് അഡ്രസ്സ് അത് പരിഹരിക്കപ്പെടുമായിരുന്നു എന്നൊക്കെ പറയുന്നു. സംബന്ധിച്ച് ഔദ്യോഗികമായിട്ട് മറ്റു മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നോ KSEBിയുടെ ഭാഗത്തുനിന്നോ ഒരു പ്രതികരണം ഉണ്ടായെന്ന് പറയുന്നത് വൈദ്യുതി മന്ത്രിയുടെ ഭാഗത്തു നിന്നാണ് ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. അതായത് വീഴ്ച പരിശോധിച്ച് നടപടി എടുക്കും എന്നുള്ള ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ സാധാരണയായിട്ട് പറയേണ്ട ഈ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ നടപടിയിലേക്ക് പോകുന്നതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് അതിന്റെ മൊത്തത്തിലുള്ള ഒരു സിസ്റ്റത്തിന്റെ വീഴ്ചയാണ്. അതായത് വിദ്യാഭ്യാസ വകുപ്പ് ഓരോ വർഷവും പരിശോധന നടത്തുന്നുണ്ട്, സുരക്ഷാ പരിശോധന നടത്തുന്നുണ്ട്. മാത്രമല്ല ഇതുമായി വലിയൊരു ചെക്ക് ലിസ്റ്റ് തന്നെ വിദ്യാഭ്യാസ വകുപ്പ് ഓരോ വർഷവും പ്രഥമാധ്യാപകർക്ക് നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ DO ഉൾപ്പെടെയുള്ള റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു സിസ്റ്റം പ്രവർത്തിക്കുന്നു. മറുവശത്താകട്ടെ വൈദ്യുതി വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഒരു സിസ്റ്റം ഉണ്ട്. അതായത് സ്കൂളുകളിലൊക്കെ ഇത്തരത്തിൽ കാര്യങ്ങളുണ്ടെന്ന് അറിയിച്ചാൽ അടിയന്തരമായി അതിന് പ്രാധാന്യം നൽകുന്നുണ്ട്. നമ്മുടെ കൊച്ചു മക്കൾ പഠിക്കുന്ന സ്കൂളുകളാണ്, അവരുടെ ജീവൻ വെച്ചുകൊണ്ട് ഇത്തരത്തിൽ കളിക്കാൻ പാടില്ല. ഇവർ എന്തിന്റെ അടിസ്ഥാനം? അപ്പോൾ 2 മാസം കൂടുമ്പോഴൊക്കെ കൃത്യമായി വന്ന് ടച്ച് ലൈൻ മരങ്ങളും മറ്റുമൊക്കെ ഈ വൈദ്യുതി കമ്പിയിൽ ടച്ചായി കിടക്കുന്നതിനൊക്കെ വെട്ടിക്കളയാറുണ്ട്. പക്ഷേ ഈ സ്കൂളിനകത്തേക്ക് അവർ കടന്നിട്ട് എത്ര നാളായിട്ടുണ്ടാകും എന്നുള്ളൊരു ചോദ്യവും പ്രധാനമായിട്ട് ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ സിസ്റ്റങ്ങളെല്ലാം കൃത്യമായി പ്രവർത്തിച്ചിരുന്നെങ്കിൽ 13 വയസ്സുകാരനായിട്ടുള്ള മിഥുന് ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു. ആ ഒരു വീട്ടിൽ, അതായത് വീട്ടുകാർ വലിയ പ്രതീക്ഷയോടുകൂടെ ഇന്ന് രാവിലെ സ്കൂളിലേക്ക് അയക്കുന്നു. അതിനുശേഷം സ്കൂളിൽ വരുന്നു, സ്കൂളിൽ വന്ന് കുട്ടികളോടൊപ്പം കളിക്കുന്നു. പക്ഷേ തിരിച്ചു പോകുന്നത് ആ ഒരു മകന്റെ ചേതനയേറ്റ ശരീരം എന്നുള്ള ഒരു വേദനിപ്പിക്കുന്ന കാര്യമാണ് പറയുന്നത്. നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ സംസാരിക്കുമ്പോൾ അവർ വിതുമ്പി പോവുകയാണ്. കാര്യം അദ്ദേഹത്തിന്റെ കുഞ്ഞും അവനോടൊപ്പം പഠിക്കുകയാണ്. അപ്പോൾ ആ കുഞ്ഞിനെയൊക്കെ മിക്കവാറും കാണാറുള്ളതാണ്. ആ ഒരു കുഞ്ഞിനെ ഇനി ജീവനില്ലാതെ ജീവനറ്റ ശരീരവുമായി പോകുന്നു എന്ന് പറയുമ്പോൾ അത് ആ ഒരു കുടുംബത്തിന് എത്രത്തോളം വേദന ഉണ്ടാക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നുണ്ട്. മറ്റൊരു കാര്യം, ആ ചെരുപ്പെടുക്കാൻ ശ്രമിച്ച ചെരുപ്പ് ഉൾപ്പെടെ ഇപ്പോഴും ആ ഷീറ്റിന് മുകളിൽ അനാഥമായി കിടക്കുകയാണ്. ഒരു വശത്ത് KSEBിയുടെ ഭാഗത്തു നിന്നും വന്നൊരു വീഴ്ച എന്ന് പറയുന്നു വീഴ്ച, മറുവശത്ത് സ്കൂൾ മാനേജ്മെന്റ് കൃത്യമായി ആ പ്രശ്നം അഡ്രസ് ചെയ്യാത്തതിന്റെ ഭാഗമായി വീഴ്ച. ഇതിനൊക്കെ ഒരു വില നൽകിയത് മിഥുന്റെ ജീവനാണ്. ജീവൻ ആണ് അത് ഇപ്പോൾ ആളുകളെ കണ്ണ് തുറപ്പിക്കുന്നത്. നേരത്തെ തന്നെ കൺതുറന്ന് നോക്കിയാൽ വളരെ പച്ചയ്ക്ക് മനസ്സിലാകാവുന്ന ചില കാര്യങ്ങൾ മാത്രമേ അവിടെ പരിഹരിക്കേണ്ടതായിട്ടുള്ളൂ എന്ന് വ്യക്തമാണ്. അത് KSEB ആയാലും സ്കൂൾ മാനേജ്മെൻ്റ് ആയാലും അവിടുത്തെ അധ്യാപകരായാലും. കാരണം രാവിലെ സ്കൂളിലേക്ക് അയക്കുന്ന കുട്ടികൾ നേരത്തെ സ്കൂളിലെത്തിയാൽ തീർച്ചയായും അതോടൊപ്പം തന്നെ സ്കൂൾ അധ്യാപകരാണ്, തീർച്ചയായിട്ടും അധ്യാപകർ അവിടുത്തെ ജീവനക്കാരുമാണ് ഗേറ്റ് ഉൾപ്പെടെ തുറന്നു കൊടുക്കേണ്ടത്, കുട്ടികളെ അകത്തേക്ക് പ്രവേശിപ്പിക്കേണ്ടത്. അതുകൊണ്ട് അവർ അവിടെ ഉണ്ട്. അവിടെ ഉള്ളപ്പോൾ കുട്ടികൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവർ കളിക്കുകയോ മറ്റും ചെയ്യുമ്പോൾ പുറത്തേക്ക് ഓടുകയോ ഒക്കെ ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ അവരെ ഒന്ന് കരുതിയിരിക്കേണ്ടത് ആവശ്യമാണ് എന്നൊരു തോന്നൽ അധ്യാപകർക്ക് ഉണ്ടാകേണ്ടതാണ്.